ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈദപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എൻ്റെ രീതിയിലുള്ളൊരു മൈദപ്പത്തിരി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ല തിളപ്പിച്ചിട്ട് തന്നെ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. തിളപ്പിക്കാതെ പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നല്ല തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ചാമ്പി എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചാമ്പിയാൽ നല്ല രീതിയിൽ പത്തിരിയും കിട്ടും. അപ്പം ഞാനിതാ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനൊരു കൈ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് 2 കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ചാമ്പി നല്ല സോഫ്റ്റ് രീതിയിലാക്കി എടുക്കുക. അപ്പോൾ എനിക്കിതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഓരോ ബോൾസുകളാക്കിയിട്ട് പരത്തി എടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനൊരു കോയിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനിതാ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ പലക വെച്ചിട്ടോ നമുക്ക് എന്താണോ കയ്യിലുള്ളത് വെച്ച് പരത്താം. അപ്പോൾ എനിക്ക് എളുപ്പം ഇതാണ്. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി തുടച്ച് അവിടെ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ പരത്തിയിട്ട് നമുക്കതൊരു ഇത് വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ചുടുന്നത്. അപ്പം ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഇതിലാവുമ്പോൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. വലിയ ചട്ടിയാകുമ്പോൾ 2-3 എണ്ണമൊക്കെ ഇട്ട് ചുടാം. അപ്പം ഞാൻ ഈ പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിതാ ഫസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. രണ്ടാമത് മറിച്ചിട്ടത് കുറച്ച് നേരം വയ്ക്കുക. അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ പത്തിരി. അപ്പം ഞാനിങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കാം. ഓക്കേ.